ഇന്നത്തെ ചോദ്യങ്ങൾക്ക് ക്രൈസ്തവ ഉത്തരങ്ങൾ. ചോദ്യം 17. ക്രിസ്തുമതം അസമാധാന കാരണമാണോ? ചോദ്യം: ഭാവി ലോകമഹായുദ്ധം ഇസ്ലാമിക ലോകവും ക്രൈസ്തവ ലോകവും തമ്മിൽ ആയിരിക്കുമെന്ന് പ്രവചിക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകരുണ്ട്. കാരണം രണ്ടു കൂട്ടരും തങ്ങളുടെ മതം മാത്രമാണ് ശരി എന്ന് അവകാശപ്പെടുന്നതാണത്രേ. അതുകൊണ്ട് ക്രിസ്തുമതവും ഇസ്ലാമും ലോകത്തിൽ ഇനിയും വളർന്നാൽ ലോക സമാധാനത്തിന് അത് ഭീഷണിയാവുകയില്ലേ? ഉത്തരം: 1. ക്രിസ്തു ജീവിച്ച അന്നത്തെ സമൂഹത്തിൽ ഒരർത്ഥത്തിൽ അസമാധാനം സൃഷ്ടിച്ചു. അതുകൊണ്ടാണല്ലോ ഈശോയെ അവർ കുരിശിൽ തറച്ചത്. ഈശോ തന്നെ പറയുകയുണ്ടായി, ഞാൻ ഭിന്നിപ്പ് സൃഷ്ടിക്കാനാണ് വന്നിരിക്കുന്നതെന്ന്. ആ അർത്ഥത്തിൽ ക്രൈസ്തവ സഭയും ലോകത്തിന് ശല്യമാകുന്നുണ്ട്. അത് ഒഴിവാക്കാനാവില്ല. പക്ഷേ ക്രൈസ്തവ മതം ഇസ്ലാമുമായി ഒരു പ്രത്യേക ശത്രുതയിലാണെന്ന നിരീക്ഷകരുടെ പ്രവചനം ശരിയാവട്ടെ തെറ്റാവട്ടെ എന്ന് പ്രതീക്ഷിക്കാം. രണ്ടിനെയും ഒരുപോലെ കാണുന്ന അഭിപ്രായം തീർച്ചയായും തെറ്റാണ്. ബാഹ്യമായൊരു കാഴ്ചപ്പാടിലൂടെ നമുക്ക് ചില സാമാന്യതകൾ കാണാമെങ്കിലും താരതമ്യം തീർത്തും ഉപരിപ്ലവമാണെന്ന് പറയണം. ക്രിസ്തുവും തൻ്റെ സുവിശേഷവും മുഹമ്മദും തൻ്റെ പ്രവചനവും ഇവ രണ്ടും തമ്മിൽ ഒരു വിധത്തിലും താരതമ്യപ്പെടുത്തുവാൻ പാടില്ലാത്തതാണ്. 2. ക്രിസ്തു ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരമന്വേഷിച്ച് ദൈവപുത്രനും ലോകരക്ഷകനുമായി അവതരിച്ച ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് ഗലീലയൻ ആഴത്തിൽ പഠിക്കുകയുണ്ടായി. അതൊക്കെ ഇപ്പോൾ ആവർത്തിക്കേണ്ട ആവശ്യമില്ല. സുവിശേഷം ലോകം മുഴുവനു വേണ്ടിയുള്ള സന്ദേശമാണെന്ന് അവിടെ വിശദീകരിച്ചു. എന്നാൽ മുഹമ്മദ് നബി താനൊരു മനുഷ്യൻ മാത്രമാണെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നുണ്ട്. തനിക്ക് ലഭിച്ച സന്ദേശങ്ങൾ അള്ളാഹിൽ നിന്ന് നേരിട്ട് ലഭിച്ചതാണെന്ന് പ്രസ്താവിക്കുന്നതിൽ കവിഞ്ഞ് അതിന് വിശ്വാസയോഗ്യമായ തെളിവുകളൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ആ ചിന്തകളുടെ വെളിച്ചത്തിൽ സാർവത്രികമായ ആധികാരികത ഇസ്ലാമിന് അവകാശപ്പെടാമോ എന്നതാണ് പ്രസക്തമായ ചോദ്യം. അതുകൊണ്ട് ഈ കാര്യത്തിൽ വസ്തുനിഷ്ഠമായി ഇസ്ലാമിനെയും ക്രിസ്തുമതത്തെയും തുല്യമാക്കുവാൻ ശ്രമിച്ചുകൂടാത്തതാണ്. 3. ഇത്രയും ആമുഖമായി പറഞ്ഞ ശേഷം വരാൻ പോകുന്ന ലോകമഹായുദ്ധത്തിന്റെ പ്രവചനത്തെക്കുറിച്ച് എന്തു പറയണം? ലോകത്തിൽ സംഘർഷങ്ങൾ വർദ്ധിച്ചു വരികയാണെന്നതിനെ കുറിച്ച് സംശയമൊന്നുമില്ല. ഇസ്ലാമിക ലോകത്തിലെ വളർന്നു വരുന്ന ചില പ്രവണതകൾ അതിന് വഴിമരുന്നിടുന്നതായും കാണാൻ വിഷമമില്ല. എന്നാൽ വാസ്തവത്തിൽ പ്രക്ഷുബ്ധമായ ഇന്നത്തെ ലോകാന്തരീക്ഷത്തിൽ സമാധാനത്തിന്റെ പ്രകാശഗോപുരമായി എല്ലാ ജനതകളും ഉറ്റുനോക്കുന്നത് ക്രൈസ്തവ സഭയിലേക്കാണ് ആണെന്ന് ആർക്കാണ് അറിയാത്തത്? വിവിധ മുസ്ലിം രാഷ്ട്രങ്ങളും ആ കൂട്ടത്തിൽ പെടും. കഴിഞ്ഞുപോയ നൂറ്റാണ്ടുകളിൽ പ്രത്യേക രാഷ്ട്രീയ പരിതോവസ്ഥകളിൽ ചില ക്രൈസ്തവ രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളും തമ്മിൽ യുദ്ധങ്ങൾ തന്നെ നടന്നിട്ടുണ്ടെന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ അന്നത്തെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളും ഇന്നത്തെ അവസ്ഥകളും തമ്മിൽ താരതമ്യം ചെയ്യുന്നത് വളരെ സൂക്ഷിച്ചു വേണം. ഇന്നത്തെ രാഷ്ട്രീയ സംഘർഷാവസ്ഥയുടെ വേരുകൾ മതപരം എന്നതിനേക്കാൾ സാമൂഹ്യ സാമ്പത്തിക പിരിമുറുക്കങ്ങളാണെന്ന് ഓർക്കേണ്ടതാണ്. 4. ബലപ്രയോഗത്തിലൂടെ മതപ്രചാരണം നടത്തിയെന്നുള്ള ആരോപണം ക്രിസ്തു മതത്തിനും ഇസ്ലാമിനും എതിരെ നടത്തുകയും അക്കാര്യത്തിൽ ഇരുമതങ്ങളും ഒരേ തട്ടിലാണെന്ന മട്ടിൽ സംസാരിക്കുകയും ചെയ്യുന്ന മതനിരപേക്ഷകരുണ്ട്. തീർച്ചയായും ക്രൈസ്തവ മതപ്രചാരണത്തിൽ അരുതാത്ത ബലപ്രയോഗം നടന്നിട്ടുള്ള സംഭവങ്ങൾ ചരിത്രത്തിൽ ഉണ്ടായിട്ടുമുണ്ട്.
പക്ഷേ ത്യാഗപൂർവകമായ സ്വയം സമർപ്പണത്തിന്റെ 1000 ദൃഷ്ടാന്തങ്ങളോടൊപ്പം അത്തരം 1-2 സംഭവങ്ങൾ ഒരു അപവാദം എന്ന നിലയിലേ കാണുകയുള്ളൂ. 5. ഈശോ നൽകിയ സുവിശേഷ പ്രബോധനങ്ങൾ അനുസരിച്ചുകൊണ്ടാണ് ശിഷ്യന്മാർ പ്രവർത്തിച്ചതെന്ന് അപ്പസ്തോല നടപടികൾ വായിക്കുന്നവർക്ക് ബോധ്യമാവാതിരിക്കയില്ല. ക്രൂരമർദ്ദനങ്ങൾക്കിടയിലാണ് ക്രൈസ്തവ മതം ആദ്യ നൂറ്റാണ്ടുകളിൽ പ്രചരിച്ചതെന്ന് ഒരു ചരിത്രകാരനും നിഷേധിക്കയില്ല. എന്നാൽ ഇസ്ലാം ആദ്യത്തെ 100 വർഷങ്ങൾ കൊണ്ട് കിഴക്കു പേർഷ്യ വരെയും പടിഞ്ഞാറ് ഈജിപ്ത് വരെയും അറബി കുതിരപ്പടകളുടെ പടയോട്ടത്തിലൂടെയാണ് ഇസ്ലാമിനു കീഴിൽ വരുത്തിയതെന്ന് അഭിമാനത്തോടെയാണ് ഇസ്ലാമിക ചരിത്രം വിവരിക്കുന്നതെന്നോർക്കണം. 6. ജിഹാദിനെ കുറിച്ച് ഖുറാനിൽ നൽകിയിട്ടുള്ള പ്രസ്താവനകൾ സമരാഹ്വാനങ്ങളല്ല, മതത്തെ പ്രതിരോധിക്കാൻ വേണ്ടി പോരാടണമെന്ന ആഹ്വാനം മാത്രമാണെന്ന് വ്യാഖ്യാനിക്കാറുണ്ട്. ഭഗവത്ഗീതയിൽ പോലും ശ്രീകൃഷ്ണൻ അർജുനനോട് ക്ഷത്രിയധർമ്മം നിർവഹിച്ച് ബന്ധുക്കളെ പോലും വധിക്കാൻ മടിക്കരുതെന്ന് ആഹ്വാനം ചെയ്യുന്നില്ലേ എന്നും പണ്ഡിതന്മാർ ചോദിക്കുന്നു. പക്ഷേ സമകാലിക പശ്ചാത്തലത്തിൽ ജിഹാദ് ആഹ്വാനത്തെ കാണുമ്പോൾ ത്യാഗസമന്വിതവും സാർവത്രികവുമായ സുവിശേഷ സ്നേഹ സന്ദേശവുമായി ഖുറാന്റെ സന്ദേശത്തെ താരതമ്യം ചെയ്യേണ്ടി വരും. ഇസ്ലാം സമൂഹത്തിലെ സാഹോദര്യത്തിന്റെ പ്രതീകമായ ഉമ്മയും ക്രൈസ്തവ സന്ദേശത്തിലെ സർവ്വസാഹോദര്യവും തമ്മിൽ സമാനതകളുണ്ടെങ്കിലും അവയെ വളർത്താൻ പരമാവധി ശ്രമിക്കുമ്പോൾ തന്നെ ചരിത്ര സാക്ഷ്യങ്ങൾ വളരെ വ്യത്യസ്തങ്ങളാണെന്ന കാര്യം മറക്കാനാവില്ല. 7. മതങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന സ്വർഗം പെട്ടെന്ന് ലഭിക്കാൻ വേണ്ടി മനുഷ്യബോംബുകളായി തീരാൻ ചിലർ തയ്യാറാകുന്നതിൻ്റെ പേരിൽ മതം തന്നെയാണ് ഇന്നത്തെ അരക്ഷിതാവസ്ഥയ്ക്ക് കാരണമെന്ന് ചില എഴുത്തുകാർ പത്രങ്ങളിൽ എഴുതിയത് ഇത്തരുണത്തിൽ ഓർത്തുപോകുന്നു. ഇല്ലാത്ത സ്വർഗത്തെ പ്രതി നാം ജീവിക്കുന്ന ഈ ഭൂമിയെ തകർക്കരുതേ എന്നാണ് അവരുടെ അപേക്ഷ. വാസ്തവത്തിൽ പ്രത്യാശയ്ക്ക് വകയില്ലാത്ത ഒരു ലോകവീക്ഷണത്തിനു വേണ്ടി വാദിക്കുന്ന ഇത്തരം ഭൗതികവാദികളല്ലേ ധാർമ്മികതയുടെ വേരുകൾക്ക് കത്തിവെക്കുന്നതെന്ന് ചിന്തിക്കുക. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ താഴെ കൊടുത്തിരിക്കുന്ന ഇക്തോസ് ബുക്സിൽ നിന്നും മറ്റു എപ്പിസോഡുകളിൽ നിന്നുമുള്ള 4 വായനകളിൽ ചില ഭാഗങ്ങൾ ഇവിടെ വായിച്ചു കേൾക്കുക. ഒന്നാം വായന ഗലീലയൻ അധ്യായം 19 നിന്ന്. ലോകരക്ഷകൻ. ഹോമബലി അർപ്പിച്ചുകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം നേടാമെന്നും അങ്ങനെ മനുഷ്യരക്ഷ കൈവരിക്കാമെന്നുമുള്ളത് മനുഷ്യന്റെ അന്തരാത്മാവിൽ എന്നും ജ്വലിച്ചു നിന്നിട്ടുള്ള ഒരാവേശമാണ്. പക്ഷേ ഈശോയിൽ യജ്ഞത്തിന് അതുല്യവും അനന്യലബ്ധവുമായ ഒരു പ്രസക്തി കൈവരുന്നു. ബലിയിൽ സംഭവിക്കുന്നത് പോലെ മൂർത്തമായ ബലിവസ്തുവിനെ ആത്മീയ വിധാനത്തിലേക്ക് ഉയർത്തുക മാത്രമല്ല, മനുഷ്യത്വം തന്നെ ദൈവീകമായി തീരുന്ന രഹസ്യമാണ് ഈശോയുടെ മനുഷ്യാവതാരവും മരണവും ആവിഷ്കരിക്കുന്നത്. മനുഷ്യനെ രക്ഷിക്കാനായ ദൈവം തന്നെ ഇറങ്ങി വരികയോ തൻ്റെ സന്ദേശവാഹകനെ അയക്കുകയോ ചെയ്യുന്നതിൻ്റെ സാധ്യതയിൽ എല്ലാ മതങ്ങളും വിശ്വസിച്ചിട്ടുണ്ട്. പക്ഷേ മാനവവർഗത്തെ എന്നേക്കുമായി അന്തിമമായി രക്ഷിക്കാൻ ഒരു ദൂതൻ വരുമെന്ന് ഒരു മതവും സങ്കല്പിച്ചിട്ടില്ല. താൻ ലോകത്തിൻ്റെ പ്രകാശവും ജീവനുമാണെന്ന് പ്രഖ്യാപിച്ച ഈശോയുടേതുപോലെയുള്ള സാർവത്രികത മറ്റു മതസ്ഥാപകരെല്ലാവരും അവകാശപ്പെട്ടതായി കാണുന്നില്ല. മറ്റു മതങ്ങളുമായോ പുരാണേതിഹാസങ്ങളിലെ വ്യക്തികളുമായോ ഒരിക്കലും സമതുലനം ചെയ്യാൻ വയ്യാത്ത ഈശോയുടെ വേറൊരു സവിശേഷതയുണ്ട്.
ദൈവത്താൽ അയക്കപ്പെട്ടയാൾ തന്നെ ലോകരക്ഷയ്ക്കായി ആത്മാഹൂതി ചെയ്യുന്നു എന്നതാണ് ആ അന്യാദൃശമായ വസ്തുത. തൻ്റെ ആടുകൾക്ക് വേണ്ടി ലോകത്തിനു മുഴുവൻ ജീവൻ ലഭിക്കാൻ വേണ്ടി താൻ ജീവൻ ത്യജിക്കുകയാണെന്ന് സംശയാതീതമായി ഈശോ ആവർത്തിച്ച് പ്രഖ്യാപിച്ചുവെന്ന് നാം നേരത്തെ കണ്ടതാണ്. പക്ഷേ തൻ്റെ മരണം കൊണ്ട് മാത്രം ഒരു മന്ത്രവിധിയാൽ എന്നോണം ഈശോ ലോകരക്ഷ സാധിക്കുകയല്ല ചെയ്തത്. മരണം മാത്രമല്ല, തൻ്റെ ജീവിതവും പ്രബോധനവും ഉയിർപ്പും രക്ഷാകൃത്യത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളാണ്. തൻ്റെ ലോകരക്ഷകനെന്ന ചിത്രം ഈശോ നമ്മുടെ മുൻപാകെ വരച്ചിട്ടുണ്ട്. അവിസ്മരണീയമായ 3 വാക്കുകളിൽ: ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. ലോകത്തിന് ഈശോ ആരാണ് എന്ന ചോദ്യത്തിന് ഈശോ തന്നെ നൽകുന്ന ഉത്തരം ഈ വാക്കുകളിലുണ്ട്. നേരായ പാത അങ്ങകലെ നിന്ന് ചൂണ്ടിക്കാണിച്ചു തരിക മാത്രമല്ല, അതിലൂടെ ഈശോ മുൻപേ നടക്കുക കൂടി ചെയ്തു. അങ്ങനെ വഴിതെറ്റി നടന്നിരുന്ന മനുഷ്യന്റെ ഇച്ഛാശക്തിയെ ഈശോ പരിത്രാണനം ചെയ്തു. പരമസത്യം വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ട് തമോനിബിഡമായ മനുഷ്യബുദ്ധിയെയും വീണ്ടെടുത്തു. സ്വന്തം ജീവൻ തന്നെ വിമോചന ദ്രവ്യമായി നൽകിക്കൊണ്ട് മനുഷ്യന്റെ അസ്തിത്വത്തെ സമഗ്രമായി പരിത്രാണനം ചെയ്തു. അങ്ങനെ ദൈവിക ജീവനിലേക്കുള്ള നിത്യകവാടം മനുഷ്യനായി തുറന്നുകൊടുത്തു. വഴിയും സത്യവും ജീവനും ഋഗ്വേദത്തിലെ പ്രസിദ്ധമായ ആ പ്രാചീന പ്രാർത്ഥനയുമായി ഈശോയുടെ വാക്കുകൾക്കുള്ള സ്വരൈക്യം അത്ഭുതാവഹം തന്നെ. അസതോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോർമ അമൃതം ഗമയ. വഴി. മനുഷ്യൻ സഞ്ചരിക്കേണ്ട വഴി ഈശോയാണ്. അനേകം പാതകളിൽ ഒന്ന് എന്നല്ല, ഏക യഥാർത്ഥ പാതയാണ് അവിടുന്ന്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ പക്കലേക്ക് വരുന്നില്ല. ദൈവ മനുഷ്യനല്ലാതെ മറ്റേതൊരു മനുഷ്യൻ ഉച്ചരിച്ചാലും മഹാദൈവദൂഷണമായി തീരുന്ന വാക്കുകൾ. വിഷലിപ്തമായ മനുഷ്യ മനസ്സിനെ അവിടുന്ന് രക്ഷിച്ചു തൻ്റെ ജീവിത മാതൃക വഴി. ഒരു മനുഷ്യന്റെ മനസ്സിനെ ബലം പ്രയോഗിച്ചു മാറ്റുവാൻ ഒരു മനുഷ്യനും സാധിക്കുകയില്ല. മനുഷ്യ ഹൃദയത്തിൽ സ്വാധീനം ചെലുത്താനും മാറ്റം സൃഷ്ടിക്കാനും ഏറ്റവും ഉപയുക്തമായ മാർഗം അവന് എങ്ങനെ സ്വയം മാറാൻ കഴിയുമെന്ന് ഒരാൾ തൻ്റെ സ്വന്തം ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുകയാണ്. ഈശോയുടെ ജീവിത മാതൃക ലോകചരിത്രത്തിൽ അഭൂതപൂർവമായ മാറ്റമാണ് വരുത്തിയിരിക്കുന്നത്. മനുഷ്യരെ ചുട്ടുചാമ്പലാക്കിയ നാസി തടങ്കൽ പാളയങ്ങളിലും സൈബീരിയൻ നിർബന്ധിത ലേബർ ക്യാമ്പുകളിലും ഭൂമധ്യരേഖാ പ്രദേശത്തെ വയലേലകളിലെ ചുട്ടുപൊള്ളിക്കുന്ന ഉച്ചച്ചൂടിലും യുദ്ധഭൂമികളിലെ മരണം വിതയ്ക്കുന്ന ബോംബ് വർഷത്തിന്റെ നടുവിലും ലക്ഷക്കണക്കിന് സ്ത്രീ പുരുഷന്മാർ ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം അവരുടെ അഗ്നി പരീക്ഷണങ്ങളുടെയും കൊടിയ ദുരിതങ്ങളുടെയും ഉച്ചിയിലും അവരുടെ അന്തർനേത്രങ്ങളുടെ മുമ്പിൽ ക്രിസ്തുവിന്റെ പ്രതിരൂപം തെളിഞ്ഞു നിന്നു. സുവിശേഷം നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്ന ക്രിസ്തു ചിത്രമായ ഒരു ജീവിതത്തിനു വേണ്ട കരളുറപ്പ് സമ്പാദിച്ചിട്ടുണ്ട് ഈശോയുടെ പ്രബോധനങ്ങളിൽ. ഈശോയുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ സമ്പൂർണമായ താദാത്മ്യമാണുള്ളത്. പല മഹാന്മാരും അവരുടെ ജീവിതകാലത്ത് വളരെ പ്രസിദ്ധരായിരുന്നു. പക്ഷേ മൺമറഞ്ഞ ആ മഹാത്മാക്കൾ ഇപ്പോൾ ജീവിക്കുന്നത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ മാത്രമാണ്. മനുഷ്യരുടെ മനോവ്യാപാരങ്ങളിൽ നിന്നും അവർ അപ്രത്യക്ഷരായി കഴിഞ്ഞിരിക്കുന്നു. മനുഷ്യരുടെ ജീവിതത്തിൽ ഇന്ന് അവർ സ്വാധീനം ചെലുത്തുന്നില്ല. ലെനിന്റെ മരണക്കിടക്കയിൽ വെച്ച് അദ്ദേഹത്തെ സന്ദർശിക്കാനെത്തിയ തന്റെ ഒരു യൗവനകാല സുഹൃത്തിനോട് ലെനിൻ പറഞ്ഞതായി കേട്ടിട്ടുണ്ട്. തന്റെ ജീവിതം മുഴുവൻ വലിയൊരു തെറ്റായി പോയി എന്ന് ആ മഹാവിപ്ലവകാരി തന്റെ സുഹൃത്തിനോട് ഏറ്റുപറഞ്ഞു അത്രേ. മനുഷ്യരിൽ ഹൃദയപരിവർത്തനം സാധിക്കാൻ പര്യാപ്തമായ ഒരു ആദർശം ഭാവി പരമ്പരയ്ക്ക് പ്രദാനം ചെയ്യാൻ തനിക്ക് കഴിഞ്ഞില്ലെന്നതാണ് അതിന് കാരണമെന്ന്. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വിപ്ലവത്തിന് ഏതാനും ദശകങ്ങൾക്കുള്ളിൽ ആഗോള വ്യാപകമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറിയ കമ്മ്യൂണിസത്തിന് പോലും അതിന്റെ പ്രചാരണത്തെ തുണച്ച ചരിത്രപരമായ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ കഴിയുകയില്ല. കാരണം അതിന് ഒരാത്മാവില്ലെന്നത് തന്നെ. എന്നാൽ ഒരിടയനും ഒരു കൂട്ടവും ആകുന്നതുവരെ തുടരുമെന്ന് ക്രിസ്തു പ്രവചിച്ച ആ പ്രസ്ഥാനം
അനേകം നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്നും ശക്തമായി തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അതിനെ മുന്നോട്ട് നയിക്കുന്ന അതിൻ്റെ ഉള്ളിലെ ചാലകശക്തി ഈശോയുടെ ജീവിത മാതൃകയാണ്. ചരിത്രത്തിൻ്റെ ഋതുഭേദങ്ങളിലോ അവസ്ഥാന്തരങ്ങളിലോ തുരുമ്പു കയറാത്ത തനി തങ്കമാണ് ആ പാവന മാതൃക. ദൈവം തന്നെ മനുഷ്യനായി ദൈവത്തിന്റെ മക്കളെ പോലെ എങ്ങനെ ജീവിക്കാമെന്ന് കാണിച്ചു തന്നു. അങ്ങനെ തന്റെ കാൽപ്പാടുകളെ പിന്തുടരാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് മനുഷ്യന്റെ ഇച്ഛാശക്തിയെ ഈശോ വീണ്ടെടുക്കുകയാണ് ചെയ്തത്. സത്യം. പക്ഷേ ആ കാലടിപ്പാടുകൾ തിരിച്ചറിയണമെങ്കിൽ വെളിച്ചം വേണം. ആ വെളിച്ചം നൽകി മനുഷ്യബുദ്ധിയെ പരിത്രാണനം ചെയ്തുവെന്നതാണ് ഈശോ ലോകരക്ഷ സാധിച്ചതിൻ്റെ വേറൊരു വശം. ആശയങ്ങളാണ് ലോകത്തെ ഭരിക്കുന്നത് എന്നാണല്ലോ ആപ്തവാക്യം. ലോകഗുരുവാണ് ഈശോ. എത്രയെടുത്താലും തീരാത്ത ഭണ്ഡാകാരമാണ് ഈശോയുടെ പ്രബോധനങ്ങൾ. എല്ലാ കാലഘട്ടങ്ങളിലും എല്ലാ ജീവിത സാഹചര്യങ്ങളിലും മനുഷ്യനെ സ്വതന്ത്രനാകുന്ന, മനുഷ്യഭാഗധേയത്തെ പ്രകാശപൂരിതമാക്കുന്ന സത്യം അവിടെയാണ് അവൻ കണ്ടെത്തുന്നത്. കുരുടർക്ക് വഴികാട്ടിയും കൂരിരുട്ടിൽ വെളിച്ചവുമായി പിതാവ് തന്നെ അയച്ചിരിക്കുകയാണെന്ന ഈശോയുടെ ബോധ്യം സുവിശേഷത്തിൽ ഉടനീളം കാണാം. ഈശോയുടെ ഈ അവബോധത്തിന് മത്തായിയുടെ സുവിശേഷം സവിശേഷ പ്രാധാന്യം നൽകുന്നുണ്ട്. വരാനിരിക്കുന്ന മെസ്സിയാസിന്റെ പ്രബോധന ദൗത്യത്തെപ്പറ്റി പഴയ നിയമം തെളിവായി പ്രവചിക്കുന്നുണ്ട്. നസറത്തിൽ വെച്ച് ഈശോ ചെയ്ത തൻ്റെ കന്യപ്രസംഗത്തിൽ വെച്ച് ഈശോ തന്നെ ഏശയ്യായുടെ പ്രവചനത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. ദൈവമായ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ആകയാൽ അവിടുത്തെ ആത്മാവ് എന്നിലുണ്ട്. വിനീത ഹൃദയരോട് സുവിശേഷം പ്രസംഗിക്കാനും ഭഗ്നഹൃദയരെ സുഖപ്പെടുത്തുവാനും വേണ്ടി കർത്താവ് എന്നെ അയച്ചിരിക്കുകയാണ്. ഏശയ്യ 61:1. ഏക യഥാർത്ഥ ഗുരുവും അധ്യാപകനും താനാണെന്ന് ഈശോ കരുതിയിരുന്നു. മിശികയാണ് നിങ്ങളുടെ ഏകനായകൻ. മത്തായി 23:10. സർവോപരി ആ വാക്കുകളുണ്ടല്ലോ, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. എന്നെ പിന്തുടരുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുന്നില്ല, അവനു ജീവന്റെ വെളിച്ചം ഉണ്ടായിരിക്കും. യോഹന്നാൻ 8:12. അതുപോലെ തന്നെ ശക്തമാണ് ഈശോ പിലാത്തോസിനോട് പറഞ്ഞ വാക്കുകൾ. സത്യത്തിനു സാക്ഷ്യം വഹിക്കാനാണ് ഞാൻ ജനിച്ചിരിക്കുന്നത്, അതിനു വേണ്ടിയാണ് ഞാൻ ലോകത്തിലേക്ക് വന്നത്. സത്യമയനായ ഏവനും എൻ്റെ സ്വരം കേൾക്കുന്നു. യോഹന്നാൻ 18:37. ഈശോയുടെ വാക്കുകൾ അന്വർത്ഥമാണെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞു. ജീവൻ. കഴിഞ്ഞ കാലത്തിൽ അരങ്ങേറിയ ഒരു സംഭവത്തെ കേന്ദ്രീകരിച്ചാണത് നിലകൊള്ളുന്നതെങ്കിലും പണ്ടെങ്ങോ ഒരിക്കൽ നടന്നുകഴിഞ്ഞ ഒരു സംഭവം മാത്രമായി മനുഷ്യ പരിത്രാണനത്തെ കരുതിക്കൂടാ. ക്രിസ്തുവിലൂടെ ചരിത്രത്തിലെ ഓരോ നിമിഷത്തെയും ചൈതന്യധന്യമാക്കുന്ന ദൈവത്തിൻ്റെ പ്രവർത്തനമാണ് പരിത്രാണനം. കടന്നുപോകുന്ന ഓരോ ക്ഷണത്തിലും അന്തസ്ഥിതമാണ് ദൈവത്തിൻ്റെ പരിത്രാണോത്സുകമായ സ്നേഹവായ്പ്. മനുഷ്യൻ്റെ ഇച്ഛാശക്തിയെയും ബുദ്ധിയെയും നയിക്കുന്നതിൽ ഒതുങ്ങുന്നില്ല ദൈവത്തിൻ്റെ ജീവത്തായ ആ പ്രവർത്തനം. പ്രത്യുത മനുഷ്യനിൽ സ്വത്വപരമായ ഒണ്ടോളജിക്കൽ ഒരു മാറ്റത്തിന് അത് നിദാനമാകുന്നു. മനുഷ്യന് ദൈവത്തോടുള്ള ബന്ധത്തിൽ തന്നെ മാറ്റം വന്നു കഴിഞ്ഞു. ബന്ധങ്ങളുടെ പ്രാധാന്യം അനുദിന ജീവിതത്തിൽ നിന്ന് നമുക്ക് വേണ്ടുവോളം അറിയാം. നാം എന്താണ് എന്ന് നിർണയിക്കുന്നത് നാം ആരാണ്, ആരുടെ ആരാണ്, സമൂഹത്തിൽ ആരാണ് എന്നെല്ലാം നിർണയിക്കുന്നത് ബന്ധങ്ങളാണല്ലോ. ബന്ധങ്ങളിൽ വന്ന് ഭവിക്കുന്ന മാറ്റങ്ങൾ നമ്മുടെ സത്തയിൽ സാരാംശത്തിൽ പ്രതിഫലിക്കുന്നു. വെറും ശാരീരിക തലത്തിൽ മാത്രമല്ല, പ്രകൃത്യാതീതമായ തലത്തിലും ആ മാറ്റം സംഭവിക്കാം. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു, അവർക്ക് ജീവനുണ്ടാകുന്നതിന് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നീ പ്രഖ്യാപനങ്ങൾ പരിത്രാണനത്തിൻ്റെ ഏറ്റവും സാരവത്തായ സത്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഈശോ വീണ്ടെടുത്തത് മനുഷ്യൻ്റെ ഇച്ഛാശക്തിയെയും ബുദ്ധിയെയും മാത്രമല്ല, അവൻ്റെ സമഗ്രമായ സത്തയെയാണ്.
തന്നിലൂടെ ദൈവവുമായി പിതൃപുത്ര ബന്ധത്തിൽ ഏർപ്പെടുവാൻ മനുഷ്യനെ ഈശോ പ്രാപ്തനാക്കിയിരിക്കുന്നു. രണ്ടാം വായന ഗലീലേയൻ അധ്യായം 2 നിന്ന് പുതിയ നിയമ ഗ്രന്ഥത്തിന്റെ ചരിത്രമൂല്യം. ഈ സമതുലന പഠനത്തിന്റെ വെളിച്ചത്തിൽ പുതിയ നിയമത്തിന്റെ മൂലരൂപങ്ങളും ഏറ്റവും പഴയ കയ്യെഴുത്തു പ്രതികളും തമ്മിലുള്ള അകലം അത്ര ഗണനീയമല്ലെന്നു കാണാം. വേറൊരു പ്രധാനപ്പെട്ട വസ്തുത പുതിയ നിയമത്തിന്റെ കയ്യെഴുത്തു പ്രതികളുടെ ബാഹുല്യമാണ്. ആകെ ഒരേ ഒരു പ്രതി മാത്രമേ നിലവിലുള്ളൂ എങ്കിൽ അത് അപൂർണമാണെന്നോ കുറ്റമറ്റതാണെന്നോ പറയുവാൻ നമുക്കൊരു മാർഗവും ഉണ്ടാകുമായിരുന്നില്ല. മറ്റു കയ്യെഴുത്തു പ്രതികളുമായി തുലനം ചെയ്തുകൊണ്ടേ ആ വക കാര്യങ്ങൾ നിർണയിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ പ്രതികളുടെ സമതുലന പഠനത്തിൽ നിന്ന് പല കാര്യങ്ങളും മനസ്സിലാക്കാം. ചിലർ എഴുതിയതായതുകൊണ്ട് കുറെയൊക്കെ തെറ്റുകൾ കടന്നുകൂടുക തികച്ചും സ്വാഭാവികം മാത്രമാണ്. ഇത്തരം ചില്ലറ വ്യത്യാസങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ ഒരു വൻ കൂമ്പാരം തന്നെ ശേഖരിക്കാൻ വിഷമമുണ്ടാവില്ല. കണക്ക് കൂട്ടിയവർ എല്ലാ കൃതികളിലുമായി 2,50,000 എണ്ണം കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ആകെയുള്ള ലിഖിതത്തിന്റെ 1/8 ഭാഗം വരില്ല ഇത്. പ്രാചീന കാലത്ത് എഴുതപ്പെട്ട ഒരു പുസ്തകവും ഇത്ര മാതൃകാപരമായ രീതിയിൽ നമ്മുടെ കൈകളിൽ എത്തിച്ചേർന്നിട്ടില്ലെന്ന് ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയും. അങ്ങനെ ഈശോയെ കുറിച്ചറിയാൻ ഈ 27 കൃതികളുണ്ട്. അവയുടെ ചരിത്രപരമായ മൂല്യം വളരെ ഉയർന്ന തലത്തിൽ പെട്ടതാണ്. ആദ്യകാലം മുതൽക്കേ അതിമനോഹരമായ രീതിയിലാണ് പുതിയ നിയമത്തിന്റെ പ്രതികൾ തയ്യാറാക്കിയിരിക്കുന്നത്. ബൈബിളിന്റെ പ്രാചീന കയ്യെഴുത്തു പ്രതികളെ കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിൽ വരിക അതീവ സുന്ദരമായ ലിപികളിൽ ആദര സമന്വിതവും അക്ഷീണവുമായ സാധനയിലൂടെ പുതിയ നിയമത്തിന്റെ കോപ്പികൾ തയ്യാറാക്കുന്നതിൽ ജീവിതം ഒഴിഞ്ഞുവെച്ച അസംഖ്യം പകർത്തെഴുത്തുകാരാണ്. പിൻതലമുറകൾക്കായി അവർ ചെയ്ത അമൂല്യ സേവനത്തിന് നമുക്കവരോട് കൃതജ്ഞതരായിരിക്കാം. മൂന്നാം വായന മാർക്സിസ്റ്റ് ക്രിസ്ത്യൻ ഡയലോഗ് അധ്യായം 21 നിന്ന് ഇന്ത്യൻ മാർക്സിസ്റ്റ് വിശ്വാസ പ്രമാണം. ഇന്ത്യൻ മാർക്സിസത്തിന്റെ ഇന്നത്തെ വിശ്വാസ പ്രമാണം എന്താണെന്ന് നിർവചിക്കുക എളുപ്പമല്ലെന്ന് പറഞ്ഞല്ലോ. എങ്കിലും അതിനൊരു ഏകദേശ രൂപം കൊടുക്കുവാൻ സാധിക്കായികയില്ല. പത്രങ്ങളിലും പ്രസ്താവനകളിലും സ്റ്റഡി ക്ലാസുകളിലുമെല്ലാം ഒളിഞ്ഞും തെളിഞ്ഞും പ്രകടമാകുന്ന മാർക്സിസ്റ്റ് ചിന്തകൾ ഒരു രൂപരേഖയുടെ രൂപത്തിൽ നിർവചിക്കാൻ ശ്രമിക്കാം. പക്ഷേ വിവിധ പ്രമേയങ്ങൾ തമ്മിൽ പരസ്പര പൊരുത്തമുണ്ടാകണമെന്ന് അത്ര പ്രതീക്ഷിക്കേണ്ട. കാരണം സത്യത്തിന്റെ മാനദണ്ഡത്തിന് മാർക്സിസത്തിൽ അത്ര ക്ലിപ്തതയൊന്നുമില്ല. മാർക്സിസത്തിന്റെ കാഴ്ചപ്പാടിലുള്ള വിപ്ലവാശയത്തോട് യോജിക്കുന്നത് സത്യം, അല്ലാത്തത് സത്യവിരുദ്ധം എന്ന ഒരു യൂട്ടിലിറ്റേറിയൻ ചിന്താഗതിയാണ് മാർക്സിസ്റ്റ് ചർച്ചകളിൽ പലപ്പോഴും കാണാനാവുക. ദേശാഭിമാനി പത്രത്തെ നേരിന്റെ നാവെന്നും മോസ്കോയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പത്രത്തിന് പ്രൗഢ സത്യം എന്നുമാണ് വിളിക്കുന്നതെങ്കിലും സത്യത്തെ വളരെ ആപേക്ഷികമായിട്ടാണ് കാൾ മാർക്സ് മുതൽ തന്നെ എക്കാലത്തും മാർക്സിസം പരിഗണിച്ചിട്ടുള്ളത്. അതവിടെ നിൽക്കട്ടെ. വ്യക്തികളായാലും
ഗവൺമെൻറ്റുകളായാലും ഓരോരുത്തർ എന്തു ചെയ്യുന്നു എന്നതിനേക്കാൾ പ്രധാനം എന്തിനു വേണ്ടി അവർ ഓരോന്നു ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം നിശ്ചിത സാഹചര്യങ്ങളിൽ എന്തു ചെയ്യാമെന്നതിൽ അധികമൊന്നും തിരഞ്ഞെടുക്കാനില്ല. പക്ഷേ എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നുള്ളതാണ് അവരുടെ അനുദിന നയങ്ങളെ വ്യത്യസ്തങ്ങളാക്കുന്നത്. ഈ പറഞ്ഞവയുടെ വെളിച്ചത്തിൽ ഇന്ത്യയിലെയും കേരളത്തിലെയും മാർക്സിസ്റ്റുകാരുടെ നയപ്രഖ്യാപനങ്ങളും താത്വിക അവതരണങ്ങളും പ്രായോഗിക പരിപാടികളും രാഷ്ട്രീയ സംഭവങ്ങളോടുള്ള പ്രതികരണങ്ങളും നിരീക്ഷിക്കുമ്പോൾ ഒരു സാമാന്യ നിരീക്ഷകന് ലഭിക്കുന്ന ഇന്നത്തെ മാർക്സിസ്റ്റ് തത്വസംഹിതയുടെ രൂപരേഖ 10 പ്രസ്താവനകളിലായി ചുരുക്കി പറയാമെന്ന് തോന്നുന്നു. എല്ലാ മാർക്സിസ്റ്റുകാരും അതിനോട് യോജിക്കുമെന്ന് പറയാനാവില്ലെങ്കിലും വ്യക്തമായ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബദൽ പ്രസ്താവനകൾ നൽകുവാൻ അവർക്കും സാധിക്കുമെന്ന് തോന്നുന്നില്ല. അതിൽ അവർക്ക് വലിയ താല്പര്യം ഉണ്ടാവാനും വഴിയില്ല. ഇതാ ഇന്നത്തെ ഇന്ത്യൻ മാർക്സിസത്തിന്റെ വിശ്വാസ പ്രമാണം. 1. ദൈവം മനുഷ്യന്റെ സൃഷ്ടിയാണെന്ന മാർക്സിന്റെ പ്രാഥമിക തത്വം ഞങ്ങളുടെ അടിസ്ഥാന ചിന്തയാണ്. മനുഷ്യന്റെ ആവശ്യമായതുകൊണ്ട് മാത്രമാണ് ദൈവം ഉണ്ടായത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എങ്കിലും ദൈവവിശ്വാസത്തെ ഞങ്ങൾ എതിർക്കുന്നില്ല. കാരണം മനുഷ്യന്റെ രൂപത്തിൽ ദൈവത്തെ മനുഷ്യൻ സൃഷ്ടിച്ചത് ദൈവം മനുഷ്യന്റെ ആവശ്യമായതുകൊണ്ടാണല്ലോ. പക്ഷേ ദൈവത്തെ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുവാൻ മനുഷ്യനെ അനുവദിച്ചുകൂടാ. 2. മതങ്ങൾ അന്ധവിശ്വാസത്തിൽ അധിഷ്ഠിതമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ മതത്തെ പ്രോത്സാഹിപ്പിക്കില്ല. എങ്കിലും സമൂഹത്തിന് ഞങ്ങൾ നൽകിയ ഉറപ്പ് പാലിക്കുവാൻ വേണ്ടി മതാനുഷ്ഠാനത്തിനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉറപ്പുവരുത്തുവാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. എങ്കിലും സജീവ പാർട്ടി പ്രവർത്തകർ മതപരമായ സ്വാധീനം ഒഴിവാക്കാൻ വേണ്ടി മതാനുഷ്ഠാനത്തിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതാണ്. 3. ലോകചരിത്രം വർഗസമരത്തിന്റെ ചരിത്രമാണ്. വർഗസമരത്തിന്റെ ഉറവിടം ക്യാപിറ്റലിസ്റ്റ് ഉൽപാദന രീതിയാണ്. അതായത് മുതലാളി മുതൽ മുടക്കുകയും തൊഴിലാളി തൻ്റെ പ്രയത്നം വിൽക്കുകയും ചെയ്യുന്ന വ്യവസ്ഥിതിയിൽ 2 വർഗങ്ങളും തമ്മിൽ വർഗസമരത്തിന്റെ ഒരവസ്ഥ നിലനിൽക്കുന്നു. മുതലാളിത്തപരമായ ഉൽപാദനാവസ്ഥ അന്തിമമായി ക്യാപിറ്റലിസത്തിന്റെ സ്വയനാശത്തിലേക്ക് നയിക്കുമെന്നത് തീർച്ചയാണ്. അതുകൊണ്ട് എല്ലാ ഉൽപാദന മാധ്യമങ്ങളും സ്റ്റേറ്റ് ഉടമയിലേക്ക് മാറ്റുകയും എല്ലാം സമൂഹത്തിന്റെ ഉടമയിലായി തീരുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ മാത്രമാണ് എല്ലാ പൗരന്മാരുടെയും സമത്വവും സാർവത്രിക ഐശ്വര്യവും കരഗതമാകൂ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. 4. പരിപൂർണ സോഷ്യലിസം അന്തിമമായി സംസ്ഥാപിതമാകുന്നതുവരെ സോഷ്യലിസ്റ്റ് അനുഭാവികളായ ഇതര പാർട്ടികളുമായി യോജിച്ച് ഇടതുപക്ഷ മുന്നണി രൂപീകരിച്ചുകൊണ്ട് തൊഴിലാളികൾക്ക് വേണ്ടി സമരം ചെയ്യുകയും വലതുപക്ഷ ശക്തികളെ ചെറുക്കുകയും ചെയ്യാൻ ആവശ്യമാണ്. പ്രതിലോമ ശക്തികളെ മുട്ടുകുത്തിക്കാൻ വേണ്ടി ആവശ്യം വരുമ്പോൾ സാമൂഹ്യ സമാധാനം കെടുത്തുവാൻ ആവശ്യമായി വരും. തൊഴിലാളി വർഗത്തിന് അതുമൂലം നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഒരു ഭാസുര ഭാവിക്ക് വേണ്ടി സഹിക്കുവാൻ അവർ തയ്യാറാകണം. 5. തൊഴിലാളി വർഗത്തിന്റെ അന്തിമ വിജയം ഉറപ്പാക്കുവാൻ മതവർഗരഹിതമായ സാമൂഹ്യ സംസ്കാരം നടപ്പിലാക്കുവാൻ ആവശ്യമാണ്. അതിനായി യുവതലമുറയെ ചെറുപ്പം മുതൽ തന്നെ ബോധവൽക്കരിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിന്റെ നിയന്ത്രണം പാർട്ടിയുടെ ഒരു പ്രാഥമിക ലക്ഷ്യമാണ്. യുവജനങ്ങളെ മറ്റ് സാമൂഹ്യവും മതപരവുമായ സ്വാധീനങ്ങളിൽ നിന്ന് സ്വതന്ത്രരാക്കാൻ അത് ആവശ്യമാണ്. 6. വിവാഹം ഒരു സെക്കുലർ സംവിധാനം മാത്രമായിരിക്കണം. ഭാവി തലമുറയെ മതപരമായ മുൻവിധികളിൽ നിന്ന് രക്ഷിക്കുവാൻ കുടുംബത്തെയും വിവാഹത്തെയും മതപരമായ ചട്ടക്കൂടിൽ നിന്നും പുരോഹിത സ്വാധീനത്തിൽ നിന്നും വിടുതലാക്കേണ്ടത് ആവശ്യമാണ്. എങ്കിലും മതലോബികളുടെ മുൻകൂർ എതിർപ്പുകളെ ഒഴിവാക്കാൻ വേണ്ടി ഇക്കാര്യത്തിൽ മുൻകരുതലോടെ പടിപടിയായി മാത്രം നീങ്ങേണ്ടതാണ്. 7. കൃഷിയും വ്യവസായവും സമ്പദ് വ്യവസ്ഥയും ചൂഷണ ലാഭക്കൊതി ഒഴിവാക്കുന്ന വിധത്തിൽ പാർട്ടിയുടെ പൂർണ്ണ നിയന്ത്രണത്തിൽ കൊണ്ടുവരണം.
ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വിടവുണ്ടാവാത്ത വിധത്തിൽ സമ്പന്നരിൽ നിന്നും ഉയർന്ന നികുതി പിരിച്ചുകൊണ്ട് സമ്പദ് വ്യവസ്ഥിതിയെ നിയന്ത്രിക്കണം. എന്നിട്ടും കൂടുതൽ സമ്പത്ത് ആർജിക്കുന്നവരിൽ നിന്ന് അധിക സമ്പത്ത് പിടിച്ചെടുക്കുകയും സ്റ്റേറ്റിൻ്റെതാക്കുകയും ചെയ്യേണ്ടതാണ്. 8. തൊഴിലാളി വർഗത്തിന്റെ ഐക്യം എന്തു വില കൊടുത്തും പുലർത്തേണ്ടതാണ്. മുതലാളി വർഗത്തോടുള്ള അവരുടെ പ്രതിഷേധഭാവം എന്നും സജീവമായി നിലനിർത്തണം. അതിന് ഉപയോഗിക്കുന്ന ഏതു മാർഗവും നീതിപരമായിരിക്കും. കാരണം നല്ല ലക്ഷ്യം മാർഗത്തെ നീതീകരിക്കുന്നു. 9. ജനലക്ഷ്യങ്ങളെ മാർക്സിസ്റ്റ് ചിന്തയിൽ ബോധവൽക്കരിക്കാൻ നിരന്തരമായി പ്രചരണ പരിപാടികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. അതിന് ഹാനികരമായേക്കാവുന്ന പ്രതിലോമ ശക്തികളെ എന്തു മാർഗം ഉപയോഗിച്ചുകൊണ്ടും പ്രതിരോധിക്കണം. അതിനുപയോഗിക്കുന്ന മാർഗങ്ങൾ അതിനാൽ തന്നെ ന്യായമാണ്. 10. ഹ്യൂമനിസം, മാനവികത എന്നതാണ് മാർക്സിസ്റ്റ് ലോകവീക്ഷണത്തിന്റെ ആധുനിക നാമം. മതവികാരങ്ങളെ മുറിപ്പെടുത്താത്തതും ആധുനിക സംസ്കാരത്തിന് അനുഗുണവുമായ ഈ ആശയം ബൂർഷ്വാ വർഗത്തിനും കൂടുതൽ സ്വീകാര്യമായതുകൊണ്ട് നിരീശ്വരത്വത്തിൽ അധിഷ്ഠിതമായ മാർക്സിസ്റ്റ് ലോകവീക്ഷണത്തെ മാനവികതയുടെ വേഷത്തിൽ അവതരിപ്പിക്കുന്നത് അഭികാമ്യമാണ്. മുൻപ് സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെയൊരു വിശ്വാസ പ്രമാണം ഈ രൂപത്തിൽ മാർക്സിസ്റ്റ് വക്താക്കളാരും അവതരിപ്പിച്ചിട്ടുള്ള ഒന്നല്ല. അങ്ങനെയൊരു താത്വിക രേഖ പ്രസിദ്ധീകരിക്കാൻ അവർ തയ്യാറാവുകയില്ല താനും. എന്നു തന്നെയല്ല, ഈ ഓരോ പ്രസ്താവനയ്ക്കും നേരെ എതിരായി വരുന്ന പ്രസ്താവനകളും പ്രായോഗിക നയങ്ങളും ഔദ്യോഗിക തല മീറ്റിങ്ങുകളിലും ലേഖനങ്ങളിലും കേൾക്കാം, വായിക്കാം. പക്ഷേ അതൊക്കെ മുൻ സൂചിപ്പിച്ച യൂട്ടിലിറ്റേറിയൻ സത്യസങ്കല്പത്തിന്റെ ഭാഗമായി കരുതിയാൽ മതി. പത്രങ്ങളിലും പ്രസ്താവനകളും വാർത്തകളും വായിക്കുകയും TV-യിൽ കാണുകയും ചെയ്യുന്ന സാമാന്യ നിരീക്ഷകർക്ക് മേൽപ്പറഞ്ഞ പ്രസ്താവനകൾ ഇന്നത്തെ മാർക്സിസ്റ്റ് ചിന്തകരുടെ ആശയങ്ങളാണ് ഉൾക്കൊള്ളുന്നതെന്ന് നിഷ്പ്രയാസം കാണാം. ഈ ആശയങ്ങളെല്ലാം ഉൾക്കൊള്ളാതെ തന്നെ കമ്മ്യൂണിസ്റ്റ് ക്യാമ്പിൽ പ്രവർത്തിക്കുന്ന സഹയാത്രികർ ഉണ്ടെന്നുള്ള കാര്യം മറക്കാൻ പാടില്ല. മാർക്സിസ്റ്റ് പ്രസ്ഥാനങ്ങളുമായി സഹകരിക്കുന്നതിൽ നിന്ന് ലഭിക്കാവുന്ന നേട്ടങ്ങൾ മാത്രമേ അവർക്ക് വേണ്ടൂ. അതും ഓരോരുത്തർക്ക് ഓരോ വിധത്തിലുള്ള ലക്ഷ്യങ്ങളായിരിക്കും പ്രധാനം. അതുകൊണ്ട് ഓരോ കേസും തനതായ മാനദണ്ഡങ്ങൾ വച്ചുകൊണ്ട് വിലയിരുത്തേണ്ടി വരും. പരസ്പര വിരുദ്ധമായ ആശയങ്ങളും ആദർശങ്ങളും ഓരോരുത്തർ പൊരുത്തപ്പെടുത്തി കൊണ്ടുപോകുന്നതിന്റെ രഹസ്യം വിശദമാക്കാൻ വിഷമം തന്നെ. നാലാം വായന മുസ്ലിം ക്രിസ്ത്യൻ ഡയലോഗ് അധ്യായം 5 നിന്ന് സാർവലൗകിക രാഷ്ട്രം. ഈ സിദ്ധാന്തം വളരെ ശക്തമായി തന്നെ ക്രിസ്തു നിരാകരിച്ചിട്ടുള്ളതാണെന്ന് എല്ലാവരും സമ്മതിക്കും. മുസ്ലിം പണ്ഡിതന്മാരും അതെടുത്തു പറയുന്നുണ്ട്. എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് പറഞ്ഞ ക്രിസ്തു തൻ്റെ ഘാതകരോട് ഒരു എതിർപ്പും പ്രകടിപ്പിക്കാതെ കുരിശുമരണത്തിന് സ്വയം ഏൽപ്പിച്ചു കൊടുത്തുവെന്നാണ് സുവിശേഷം അസന്നിഗ്ധമായി പ്രസ്താവിക്കുന്നത്. ഈ മനോഭാവം ഇസ്ലാമിന് ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ട്. അതുകൊണ്ടായിരിക്കണം ക്രിസ്തു കുരിശിൽ മരണം വരിച്ചു എന്ന വസ്തുത തന്നെ ഖുർആൻ നിഷേധിക്കുന്നത്, അഥവാ നിഷേധിക്കുന്നുണ്ടെന്ന് പണ്ഡിതന്മാർ പലരും പറയുന്നത്. ചിലർ അത് സമ്മതിക്കുന്നില്ലെങ്കിലും ഇസ്ലാമിക ചരിത്രത്തിൽ നടന്നിട്ടുള്ള പടയോട്ടങ്ങളും സാമ്രാജ്യ സ്ഥാപനവും മതസംസ്ഥാപനത്തിന്റെ ലേബലിലായിരുന്നു എന്നതിൽ ഇസ്ലാം ഒട്ടും തന്നെ ലജ്ജിക്കുന്നില്ല. മുമ്പൊരിക്കൽ ഉദ്ധരിച്ച സദാം ഒരു പ്രതീകം എന്ന പ്രബോധനം മാസികയിലെ ലേഖനത്തിൽ ഈ പടയോട്ടങ്ങളെ വർണ്ണിക്കുന്നത് നോക്കുക. സാരസൻ പടയോട്ടങ്ങളെ അലിവോടെ കാണാൻ ചരിത്രകാരന് കഴിയും. ബൈസാന്റിയെയും
സിന്ധു ആൻഡലൂസും ആഫ്രിക്കയുടെ ഹൃദയവും കീഴടക്കിയ ആ പടയോട്ടങ്ങൾ ചരിത്രത്തിൽ പുരോഗമനാത്മകമായ വഴിത്തിരിവുകളായിരുന്നു. വൃദ്ധരും കുട്ടികളും സ്ത്രീകളും കനിമരങ്ങളും കന്നുകാലികളും സുരക്ഷിതരായിരുന്ന പടനീക്കങ്ങൾ, കനീസുകളും സിനഗോഗുകളും മൺമറഞ്ഞവരും അലട്ടപ്പെടാത്ത സൈനിക യാത്രകൾ, ദൈവസൈന്യം കടന്നുപോയ വഴികൾ, വിമോചനത്തിന്റെ ഭേരി ഉയർന്നു. പുരോഹിതന്മാരും ഡോഗ്മകളും മതചൂഷണങ്ങളും അവസാനിപ്പിച്ച് ഭൂമിയുടെ വിശാലതയിലേക്ക് വഴി തുറന്ന ആ പടനീക്കങ്ങളെ ജനം അവരുടേതായി വരിച്ചു. ഇസ്ലാമിക ചരിത്രത്തെ ചെഞ്ചായം പൂശി മിനുക്കിയെടുക്കാൻ ഇന്നത്തെ ബുദ്ധിജീവികളും വെമ്പൽ കൊള്ളുന്നത് ഇന്ത്യയുടെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം ശുഭസൂചകമല്ല. മതകീയ ഫാസിസത്തിന്റെ അഗ്നി ഭാരതത്തിൽ ആളിപ്പടരുമ്പോൾ അതിൽ എണ്ണചൊരിയുന്ന ഫലമാണ് ഇത്തരം ചിന്തകൾ ഉളവാക്കുന്നത്. മതേതരത്വത്തിന് നൽകുന്ന വ്യത്യസ്തമായ അർത്ഥങ്ങളനുസരിച്ച് അതിനെ വ്യത്യസ്ത നയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇരുകൂട്ടരും എതിർക്കുന്നു. രാഷ്ട്രത്തിന് സ്വന്തമായിട്ടുള്ള ഒരു മതമുണ്ടായാൽ അത് ഒരു വിഭാഗം ജനങ്ങളോട് വിവേചനാപരമായിരിക്കും എന്ന തത്വമാണ് രാഷ്ട്രം മതേതരമായിരിക്കണമെന്ന ആശയം. അത് മതത്തിന്റെ നിഷേധമല്ല. മതം മനുഷ്യന് മൗലികമാണെന്നും അതിനാൽ തന്നെ മതസ്വാതന്ത്ര്യത്തിന് സത്യത്തിന്റെ പരിധികളെ വയ്ക്കാവൂ, രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വിധേയമായിക്കൂടാ എന്നുമുള്ള ആശയമാണ് മതേതരത്വത്തിന്റെ ശരിയായ ആശയം. ഈ കാര്യത്തിൽ മുഹമ്മദ് നബിയിൽ നിന്ന് ലഭിച്ച പൈതൃകം കാലാനുസൃതമായി നവീകരിക്കപ്പെടുകയാണ് ആവശ്യം. ദൈവത്തിന്റെ ആധിപത്യം മനുഷ്യ ജീവിതത്തിന്റെ ആധാരമായിരിക്കണമെന്ന ആശയം വെട്ടിച്ചുരുക്കാതെ തന്നെ ഈ ആശയം വെട്ടിത്തുറന്ന് പഠിപ്പിക്കുവാനും ചരിത്രത്തിൽ സംഭവിച്ചവയ്ക്ക് ഇനിയും പ്രസക്തിയില്ലെന്ന് ചൂണ്ടിക്കാണിക്കാനും മുസ്ലിം നേതാക്കൾ തയ്യാറാവണം.